അത് പ്രതിപക്ഷ നേതാവിന് ഒറ്റയ്ക്കൊരു നിലപാടില്ല. പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമുണ്ട്. ഞാൻ പറഞ്ഞത് വാതിൽ അടച്ചിട്ടുമില്ല, വാതിൽ തുറന്നിട്ടുമില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ അതൊന്നും. അതൊന്നും പറഞ്ഞില്ല. ഞാൻ പാർട്ടിയും UDF-ഉം ഉചിതമായ സമയത്ത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. വാതിൽ അദ്ദേഹത്തിന് മുമ്പിൽ അടച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ തുറന്നിട്ടുമില്ല. അല്ലേ ഞാൻ അതിന്റെ അർത്ഥം അതല്ലേ. വാതിൽ അടച്ചിട്ടില്ല എന്ന് പറയുന്ന അർത്ഥം വാതിൽ ഇപ്പൊ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുന്ന പറഞ്ഞു. അതൊക്കെ ഒരു ചർച്ചയുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഉചിതമായ സമയത്ത് ചർച്ച നടത്തി ഉചിതമായ തീരുമാനം എടുക്കുന്ന ആ ചർച്ചയുടെ ഭാഗമാണ് ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യമൊക്കെ. അൻവർ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം VS ജോയിയെ നല്ലൊരു സ്ഥാനാർത്ഥിയെ അവിടെ കാണുന്നു. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷെ VS ജോയിയെ നല്ലൊരു സ്ഥാനാർത്ഥിയെ കാണുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അല്ല, അവിടെ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വരുമല്ലോ. അത് കോൺഗ്രസ് തീരുമാനിച്ചോളൂ അവിടെ ആരാ സ്ഥാനാർത്ഥിയെന്ന്. കാരണം കോൺഗ്രസിന്റെ സീറ്റാണ്. ഞങ്ങൾ പാർട്ടി ദേശീയ തലത്തിൽ ആ സ്ഥാനാർത്ഥി, ഞങ്ങളിവിടെ ഇലക്ഷൻ കമ്മിറ്റി കൂടി ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കും. അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അത് അംഗീകരിച്ച് ഞങ്ങൾക്ക് തരും. ഞങ്ങളത് UDF ഫെഡറേഷൻ നേതാക്കളെ അറിയിക്കും. UDF സ്ഥാനാർത്ഥിയായി ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അതെങ്കിലും ഞങ്ങൾ ചെയ്തോട്ടെ. അതല്ലല്ലോ, ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം മാത്രമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനതാണ് പറയുന്നത്. പ്രതിപക്ഷം വളരെ കൃത്യമായി ഉന്നയിച്ച കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഹീനമായ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ MLA ചുമതലപ്പെടുത്തി. രണ്ട്, മുഖ്യമന്ത്രിക്കും ഉപജാപക സംഘത്തിനെതിരായി ആരോപണം ഉന്നയിക്കാൻ CPM-ലെ ഉന്നതരായ നേതാക്കളുടെ പിന്തുണ അൻവറിനുണ്ടായിരുന്നു. അപ്പൊ സംതിങ് ഈസ് റോട്ടൺ ഇൻ ഡെൻമാർക്ക് എന്ന് പറഞ്ഞതുപോലെ CPM-ൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് അന്ന്. അവരുടെ കാര്യത്തില് താങ്കൾ പറഞ്ഞ കാര്യം ഞങ്ങൾ ആ ചർച്ചയിൽ ഉന്നയിക്കാം. ഇങ്ങനൊരു അഭിപ്രായം വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയാം. വ്യക്തിപരമായ ഒരു കാര്യവും ഇതിൻ്റെ അകത്ത് ബാധകമല്ല. എനിക്ക് അദ്ദേഹത്തോട് എതിർപ്പില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാനിത് പറഞ്ഞന്ന് നിയമസഭയുടെ രേഖയിൽ നിന്ന് ഇത് മാറ്റരുന്നു, അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. വരാനിരിക്കുന്ന തലമുറകൾ അറിയണം ഇങ്ങനെ കുറെ ആരോപണമൊക്കെ നിയമസഭയിൽ വന്നെന്ന്. സാധാരണ എല്ലാവരും നിയമസഭാ രേഖയിൽ നിന്നത് നീക്കം ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് രേഖയിൽ നിന്ന് നീക്കം ചെയ്യരുത്. ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നതായിട്ട് അന്നോ ഭാവിയിൽ അറിയണമെന്ന് പറഞ്ഞു. ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയും ഇതുപോലെ ആരോപണം ഉന്നയിപ്പിച്ചതും ഒക്കെ അറിയണമെന്ന് പറഞ്ഞു. അതവിടെ കിടക്കട്ടെ, രേഖയായിട്ട് കിടക്കട്ടെ.